നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭയ്ക്കുള്ളിലെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്ന് കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലും സഭ കൂടിയപ്പോൾ ഇത് തന്നെയായിരുന്നു. ശക്തമായി പ്രതിപക്ഷം ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം കൃത്യമായിട്ട് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിയത്. ഇന്നും അത് തന്നെയാണ് ആവർത്തിച്ചത്. വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ഏതായാലും ബഹളങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിയമസഭയിലുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ അപലപിച്ചാണ് പിണറായി വിജയൻ രംഗത്ത് വന്നത്. നിയമസഭയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കോപ്രായങ്ങളാണ് അരങ്ങേറിയത്. ഇതൊക്കെ ആരാണ് പറയുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ സഭ കൂടിയപ്പോൾ എന്തായിരുന്നു അന്ന് പ്രതിപക്ഷത്തിരുന്ന ഈ പറയുന്ന ടീം കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ മലയാളികൾക്കറിയാം. അതിൻ്റെയൊക്കെ ഡയസിലൊക്കെ കയറിയിട്ടുള്ള ഓരോ ഫോട്ടോസും അതുപോലെ തന്നെ പല വീഡിയോസൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ കാണാനും കിട്ടുന്നതാണ്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നിർഭാഗ്യകരമായ സംഭവമാണത്രേ ഇന്നുണ്ടായത്. പ്രതിഷേധ ബാനർ പിടിച്ചതിൻ്റെ ഭാഗത്ത് അങ്ങേയറ്റത്തുള്ള ആൾ ബാനറിന്റെ വടി കൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ തല്ലിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ആ ഘട്ടത്തിലാണ് വാച്ച് ആൻഡ് വാർഡ് തടുക്കാനും പിടിക്കാനും ശ്രമിച്ചത്. ഞങ്ങളെല്ലാം ഇത് നോക്കി കണ്ടതാണ്. സഭയിൽ ഒരു കാലത്തും ഇല്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രകോപനപരമായ ഒരു കാര്യവും സഭയിൽ ഉണ്ടായിരുന്നില്ല. ആദ്യം ഒരു പ്രകോപനം ഉണ്ടായപ്പോഴാണ് സ്പീക്കർ സഭ നിർത്തിവെച്ചത്. പിന്നീടും സഭ തുടങ്ങിയപ്പോഴും പ്രകോപനം ആവർത്തിച്ചു. ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും തങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബാനർ പിടിച്ച ഒരാൾ വടികൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ തല്ലുകയായിരുന്നു. സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഘട്ടത്തിലാണ് വാച്ച് ആൻഡ് വാർഡ് അത് തടുക്കാനും പിടിക്കാനും നോക്കുന്നത്. ഇത് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ചിലവാകാത്ത കാര്യം കോടതിയിൽ ചെലവാകാത്ത കാര്യം കോടതിയിൽ നിന്നും അടിയേറ്റപ്പോൾ സഭയിൽ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത്. പ്രതിപക്ഷ നേതാവ് സഭയിൽ നടന്ന ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. സ്പീക്കറുടെ ഡയസിലേക്ക് ഒരംഗം ചാടിക്കയറാൻ ശ്രമിച്ചു. പിന്നാലെ മറ്റൊരംഗവും ചാടിക്കയറാൻ ശ്രമിച്ചു. നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഇത്തരം സമീപനങ്ങൾ പ്രതിപക്ഷം സ്വീകരിച്ചത് അപലപനീയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള SIT അന്വേഷണത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നേതൃത്വത്തിലാണ് SITയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഡിവിഷൻ ബെഞ്ച് പരിശോധനകളും നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും എല്ലാം നടത്തിയിട്ടുണ്ട്. ഡിവിഷൻ ബെഞ്ചിന്റെ വിലയിരുത്തൽ പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ അടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. SITയുടെ അന്വേഷണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ അതിലെല്ലാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. കേസിൽ ജാമ്യാപേക്ഷ ചെല്ലുന്നത് കേസന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലല്ല, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ജഡ്ജിമാർ ആ ഘട്ടത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയെന്നും വരും. അത് സർക്കാരിനെതിരായ പരാമർശമല്ല, ഹൈക്കോടതിക്കെതിരായിട്ട് തന്നെയുള്ള പരാമർശമാണ്, മുഖ്യമന്ത്രി പറഞ്ഞു. കാരണം സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുന്നത് സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല. സർക്കാർ SITക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നില്ല. SIT അന്വേഷണം പരിശോധിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് സാന്ദർഭികമായി നടത്തുന്ന പരാമർശങ്ങൾ അന്വേഷണത്തിനെതിരായ നിഗമനമാണെന്നും കണക്കാക്കാനാവില്ല. അത്തരമൊരു നിഗമനം എടുക്കേണ്ടത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ഡിവിഷൻ ബെഞ്ച് അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നതിന് മുൻപായി സ്പീക്കർ നേരത്തെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചും സംസാരിച്ചു. സ്പീക്കറുടെ ഡയസിലേക്ക് ഇടിച്ചു കയറിയ രീതി ജനാധിപത്യ മര്യാദയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. ജനാധിപത്യ അവകാശം പ്രതിപക്ഷത്തിന് മാത്രമല്ല സ്പീക്കർക്കുമുണ്ട്. സ്പീക്കറുടെ മുഖം മറച്ച് അന്ധനെ പോലെയാക്കി ജനാധിപത്യം കൈകാര്യം ചെയ്യുന്നത് ശരിയാണോ? പ്രതിപക്ഷ നേതാവ് അത് പരിശോധിക്കണമെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. പ്രതിപക്ഷം ബാനർ പിടിക്കുന്നത് ആദ്യമായല്ലെന്നും സാധാരണ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചേംബറിലേക്ക് ഇരുപക്ഷത്തെയും വിളിച്ച് സംസാരിക്കുകയാണ് സ്പീക്കർ ചെയ്യാറുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. തങ്ങൾ സഭ ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ പ്രതിപക്ഷം ഇറങ്ങിപ്പോകുകയും ചെയ്തു. പിന്നീട് സംസാരിച്ച മുഖ്യമന്ത്രി ആദ്യം കേസിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് പറഞ്ഞു.
ശബരിമല കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. അതിന്റെ മേൽനോട്ടത്തിലാണ് SITയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. SITക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം ഹൈക്കോടതി മറുപടി നൽകിയിട്ടുണ്ട്. സർക്കാരല്ല അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയങ്ങൾ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ നടത്തിയതും ഹൈക്കോടതി ഏകാംഗ ബെഞ്ചാണെന്ന് മുഖ്യമന്ത്രി പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. പ്രതിപക്ഷം വാച്ചൻവാടിന് അടിച്ചുവെന്നടക്കമുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും കൃത്യമായിട്ട് ഇന്ന് സഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിച്ച് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. മുൻപും ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർന്നു വന്നപ്പോഴും ഇനി നിയമസഭ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടുള്ള ഒരു മൂർച്ചേറിയ ആയുധമാക്കി ഇത് സഭയിൽ ഉന്നയിക്കും എന്നുള്ളത് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സഭയിൽ ആവർത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ സഭ കൂടിയപ്പോഴും പാട്ടൊക്കെ പാടി സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പാട്ടുപാടിക്കൊണ്ട് പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് തിരിച്ച് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി സ്വർണം കെട്ടത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടും സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതിനെ മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിച്ചിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിൽ ഉണ്ടായില്ല. അപ്പോഴേക്കും ഇന്ന് സ്പീക്കറുടെ ഡയസിലേക്ക് അടക്കം കയറിക്കൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് പ്രതിപക്ഷം തുനിഞ്ഞത്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപടി മുന്നിൽ കടന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും SITയുടെ അന്വേഷണം ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. പ്രതികൾക്കെല്ലാം രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും SIT തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. ഇന്നും ജാമ്യ ഹർജി പല പ്രതികളും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രതികൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. മറ്റുള്ള പ്രതികളും ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ജാമ്യ ഹർജിക്കായിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇനി കോടതിയാണ് ഉത്തരവിടേണ്ടത്. അതിനിടയിൽ SIT കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും പ്രതികൾക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള സാധ്യത അവിടെ കുറയുന്നത്. അല്ലാത്ത പക്ഷം എല്ലാ പ്രതികൾക്കും ഇത്തരത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ഈ ഒരു വേളയിൽ സ്വർണ്ണക്കൊള്ളയെ മുഖ്യ ആയുധമാക്കി വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷം തയ്യാറാകുന്നത്.